നമസ്കാരം. പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണപ്പാളി സർവകലാശാല ബിൽ വിവാദങ്ങൾക്കിടെ ഇന്ന് നിയമസഭാ സമ്മേളനം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സർക്കാരിനെതിരെ ഇന്ന് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. സ്വർണം കാണാതായതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും സർക്കാരിനും ദേവസ്വം ബോർഡിനും ഒഴിഞ്ഞുമാറാനാകില്ല എന്നാണ് പ്രതിപക്ഷ നിലപാട്. സ്വർണം കാണാതായതിൽ CBI അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. കൂടാതെ സർവകലാശാല നിയമ ഭേദഗതി ബില്ലും ഡിജിറ്റൽ സർവകലാശാല ഭേദഗതി ബില്ലും ഇന്ന് സഭയിലെത്തും. ഡിജിറ്റൽ VC നിയമനത്തിൽ ചാൻസലറെ ഒഴിവാക്കി 5-അംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ളതാണ് ബിൽ. 2 മാസത്തിലൊരിക്കൽ സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന വ്യവസ്ഥയുള്ളതാണ് സർവകലാശാല നിയമ ഭേദഗതി ബിൽ. മുൻപ് രാഷ്ട്രപതി തിരിച്ചയച്ച മലയാള ഭാഷാ ബിൽ പുതുക്കി ഇന്ന് അവതരിപ്പിക്കും. 9 വയസ്സുകാരുടെ കൈ മുറിച്ചുമാറ്റിയ സംഭവത്തിൽ നടപടി. മുറിച്ചുമാറ്റേണ്ടി വന്ന സംഭവത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ 2 ഡോക്ടർമാർക്ക് സസ്പെൻഷൻ. ഡോക്ടർ മുസ്തഫ, ഡോക്ടർ സർഫറാസ് എന്നിവർക്കെതിരെയാണ് നടപടി. ചികിത്സാ പ്രോട്ടോകോൾ ലംഘിച്ചെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വീടിന് സമീപത്ത് കളിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റ കുട്ടിയുടെ കൈക്ക് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നാണ് പ്ലാസ്റ്റർ ഇട്ടത്. രക്തയോട്ടം നിലച്ച് നീരുവെച്ച പഴുത്ത സ്ഥിതിയിലാണ് കൈ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മുറിച്ചുമാറ്റിയത്. സംഭവത്തിൽ ചികിത്സാ പിഴവില്ലെന്ന് പാലക്കാട് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് വിശദീകരിക്കുകയും DMO നിയോഗിച്ച സമിതി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്ത ശേഷമാണ് ഡോക്ടർമാർക്കെതിരെ നടപടി. മകനെ ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ടുവിടാൻ പോയ വീട്ടമ്മയ്ക്ക് അപകടത്തിൽ ദാരുണാന്ത്യം. തോട്ടയ്ക്കാട് സ്വദേശി മീനയാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. മീനയും 9-ാം ക്ലാസ്സുകാരൻ മകനും സഞ്ചരിച്ച കാറിൽ ലോറി ഇടിച്ചാണ് അപകടം. ദേശീയപാതയിൽ U-ടേൺ എടുക്കുമ്പോൾ ലോറി ഇടിക്കുകയായിരുന്നു. മകൻ അഭിമന്യു പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ്. രാവിലെ 6 മണിയോടെയാണ് സംഭവം. നീലേശ്വരത്ത് പ്രണയം നടിച്ച സ്ത്രീയിൽ നിന്നും 10 പവന്റെ സ്വർണം കവർന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ. യൂത്ത് കോൺഗ്രസ് നീലേശ്വരം മണ്ഡലം ജനറൽ സെക്രട്ടറിയും INTC നേതാവുമായ നീലേശ്വരം മാർക്കറ്റിലെ കാട്ടിക്കുളത്ത് ഷെനീറിനെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള സ്ത്രീയെ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി പരിചയപ്പെടുകയും പണയം വയ്ക്കാൻ എന്ന പേരിൽ സ്വർണം വാങ്ങുകയുമായിരുന്നു. സ്വർണം കൈക്കലാക്കിയ ശേഷം ഇയാൾ ഉപയോഗിച്ചിരുന്ന ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു. കബളിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയ സ്ത്രീ മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകി. ഓണം ബമ്പർ വിജയി ഇന്ന് ടിക്കറ്റ് ബാങ്കിൽ ഹാജരാക്കിയേക്കും. ഭാഗ്യശാലിയെ ഇന്ന് അറിയാനാകും. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി അടിച്ചത് ആർക്കെന്ന കാര്യത്തിലെ സസ്പെൻസ് ഇന്നെങ്കിലും തീരുമോ? കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. 25 കോടി ബമ്പർ അടിച്ചയാളെ ഇന്നറിയാനാകുമെന്നാണ് പുറത്തുവരുന്ന വിവരം. നെട്ടൂർ സ്വദേശിനിക്കാണ് ലോട്ടറി അടിച്ചതെന്ന് കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു. വീട്ടുജോലിക്ക് ഉൾപ്പെടെ പോകുന്ന ആളാണിവരെന്നും ഏജന്റ് ലതീഷ് പറഞ്ഞിരുന്നു. ടിക്കറ്റ് ഇവരിന്ന് ബാങ്കിൽ നൽകിയേക്കും. ഫലം വന്ന് ദിവസം 2 തവണ ഇവർ കടയിൽ വന്നിരുന്നുവെന്നും മാധ്യമപ്രവർത്തകർ എപ്പോഴാണ് പോവുകയെന്ന് തിരക്കിയെന്നും വിവരമുണ്ട്. ബമ്പർ അടിച്ചെന്ന് സംശയിക്കുന്ന സ്ത്രീ ജോലി ചെയ്യുന്നത് ചന്തിയിലുള്ള ചെമ്മീൻ ഫാക്ടറിയിലാണ്. തിങ്കളാഴ്ച കമ്പനിയിൽ ജോലിക്കെത്തുമ്പോൾ അവർ സമ്മാനാർഹമായ ടിക്കറ്റ് ചന്തിയൂരിലെ ബാങ്കിൽ ഹാജരാക്കുമെന്നും സൂചനയുണ്ട്.